إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകം ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽ ജീവിച്ചിരുന്ന അങ്ങേയറ്റം ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു ഖാറൂൻ എന്ന് പറയുന്നത്. അയാൾക്ക് നൽകപ്പെട്ട സ്വത്തെന്ന് പറയുന്നത് അനേകം വരുന്ന ഒട്ടക സംഘങ്ങൾക്ക് മേൽ അയാളുടെ ഖജനാവിൻ്റെ ചാവികൾ തൂക്കിയിട്ടു പോകുന്ന രൂപത്തിൽ അത്രമാത്രം ധനവും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായ സുപ്രധാനമായ ഒരു കാര്യം അതാണ് മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിൻ കിബ്ർ ലാ യദ്ഖുലുൽ ജന്ന من كان في قلبه مثقال حبة خردل من كبر കിബറിന്റെ ഒരംശമെങ്കിലും ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, കുട്ടികളോ സന്താനങ്ങളോ കുടുംബമഹിമയോ സമ്പത്തോ ഒന്നും തന്നെ മനുഷ്യൻ ഉപകരിക്കാത്ത ഒരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച നല്ല ഹൃദയത്തിന്റെ ഉടമകൾക്കല്ലാതെ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനമില്ല എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കുന്നവനായിരിക്കണം.
وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. പടച്ചറപ്പിതാ നിങ്ങളോട് ഒരു അനുവാദം എടുത്തിരിക്കുന്നു. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന പക്ഷം അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, ഞാൻ പടച്ചറപ്പിനോട് നന്ദി കേട് കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മുന്നിലൂടെ കടന്നു പോകും. ഞാനിതാ, എന്റെ വാഹനം നല്ലൊരു വാഹനമാണ്, മറ്റുള്ളവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല. എന്റെ വീട് നല്ലൊരു വീടാണ്, ആ വീട് മറ്റുള്ളവർക്കൊന്നും ഇല്ല എന്ന് അഹങ്കരിക്കുന്ന അവസ്ഥയാകരുത്. ഇതാ പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. ഖബറുകളിലേക്ക് നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും മാത്രമാണ്, മരണം വന്നെത്തുന്നത് വരേക്കും മാത്രമാണ് ആ പെരുമ നടിക്കൽ നിലനിൽക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ബൈനമാ റജുലുൻ യംശി ബിഹുല്ലതിഹി തുഅജിബുഹു നഫ്സുഹു ഖസഫ അല്ലാഹു ബിഹിൽ അർദ് വഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ. നല്ല വസ്ത്രം ധരിഞ്ഞ് ആ വസ്ത്രത്തിൽ മറ്റുള്ളവരുടെ മേൽ എല്ലാവരെക്കാളും മുന്തിയവൻ താനാണെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, കിബ്ർ എന്ന് പറയുന്നത് അൽ കിബ്റു ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്. അൽ കിബ്റു ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കലും മറ്റുള്ളവരെ ചെറുതായി കാണലും കിബ്റിന്റെ ഭാഗം. എത്ര വലിയ ഉന്നതി നേടിയാൽ, എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുവാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും ആ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും അത് ഉപകരിക്കണം. ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധനം അവന് ഉപകരിക്കുകയില്ല. ഇവിടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ വസ്ത്രത്തിലും അലങ്കാരത്തിലും മറ്റുള്ളവർക്ക് മുന്നിലൂടെ അയാൾ നടക്കുകയാണ്, അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി നടക്കുന്ന വേളയിൽ അല്ലാഹു അയാളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയും അങ്ങനെ അപ്രകാരം ആ ഭൂമിയിലെ കൊടും ചൂടിൽ അയാൾ അന്ത്യനാൾ വരേക്കും അവിടെ കഴിച്ചു കൂട്ടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ടാണ് ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കമെങ്കിലും അഹങ്കാരം വന്നുപോയാൽ അവന് സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുൻ അബ്ദൻ ഷാകിറ കുൻ അബ്ദൻ ദാകിറ വലാ തതകബ്ബർ അലൻ നാസ്. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന, സ്മരിക്കുന്ന, എല്ലാം പടച്ചറപ്പ് തന്നതാണെന്ന ബോധ്യമുള്ള, ഹാദാ മിൻ ഫദ്ലി റബ്ബി, എനിക്ക് ലഭിച്ചതെല്ലാം എൻ്റെ റബ്ബിന്റെ ഫദ്ലിൽ നിന്ന് ലഭിച്ചത് മാത്രമാണ് എന്ന് സ്മരിക്കുന്ന, ശുക്ർ ചെയ്യുന്ന ഒരു അടിമയായി, അബ്ദായി മാറി എന്നുള്ളതാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله نسوش تشوف التقوى ويجيب كريم ويكلم وصية جيبيها. قال الله عز وجل: وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك وأحسن كما أحسن الله إليك. وابتغ فيما آتاك الله الدار الآخرة. الله നിനക്ക് നൽകിയ സമ്പത്തിൽ നീ അതിൽ നിന്നും ആഖിറത്തിന് വേണ്ടിയുള്ളത് കരുതി വെക്കുക. സമ്പത്ത് പടച്ചറപ്പ് നൽകിയത് അത് മറ്റുള്ളവർക്ക് പ്രത്യുപകാരം ചെയ്യുവാനും പരോപകാരം ചെയ്യുവാനും വേണ്ടി കൂടിയാണ്.
ലഭിച്ച സമ്പത്തിൽ നിന്ന് ആഖിറത്തിന് വേണ്ടിയുള്ളത് ചെയ്തു വെക്കാൻ മറന്നു പോകരുത്. എന്നാൽ അതിന്റെ അർത്ഥം ഒരു സുഖങ്ങളും നീ അനുഭവിക്കേണ്ട എന്നല്ല. അല്ലാഹു ഹലാലാക്കിയതായ കാര്യങ്ങൾ നിനക്ക് അനുഭവിക്കാം. വലാ തൻസ നസീബക മിനദ് ദുനിയ, നിനക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ളതായ ദുനിയാവിൽ നിന്ന് പടച്ചറബ് അനുവദിച്ച കാര്യങ്ങൾ നീ മറന്നു കളയുകയും ചെയ്യേണ്ടതില്ല. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, എങ്ങനെ പടച്ചറബ് നിന്നോട് ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് നൽകിയോ അതുപോലെ പടച്ചറബിനോട് ഏറ്റവും നല്ല രൂപത്തിൽ മാത്രം നിന്റെ ഭാഗത്തു നിന്നുള്ള ചെയ്തികൾ ഉണ്ടാകണേ എന്ന് പഠിപ്പിക്കുന്നതായ വിശുദ്ധ ഖുർആനിന്റെ വചനം. മാത്രമല്ല ഒരു ആയത്ത് കൂടി قال الله عز وجل تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. تلك الدار الآخرة آخرة الضرائب نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ അഹന്ത നടിക്കാത്ത ഫസാദ് ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയം ശുദ്ധമായിരിക്കണം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബോടുകൂടി വരുന്ന ആളുകൾക്കാണ് പടച്ചവൻ സ്വർഗ്ഗത്തിൽ സ്ഥാനം നൽകുന്നത്. അല്ലാഹു അവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.